ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുന്നത് ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഖത്തർ. ഐക്യരാഷ്ട്രസഭയിലാണ് ഖത്തറിന്റെ മുന്നറിയിപ്പ്. സ്വതന്ത്രമായ സമുദ്ര സഞ്ചാരം ഉറപ്പാക്കേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ബാധ്യതയാണെന്നും ഖത്തർ ഓർമ്മിപ്പിച്ചു. UN ആസ്ഥാനത്തു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഖത്തറിന്റെ സ്ഥിരം പ്രതിനിധി ഷെയ്ഖ ആലിയ അഹമ്മദ് ബിൻ സൈഫ് അൽഥാനിയാണ് ഹോർമുസ് പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിച്ചത്. ഹോർമുസ് അടച്ചിട്ടത് ഗൾഫ് രാജ്യങ്ങളെയും ലോകത്തെയും ഒരുപോലെ ബാധിച്ചതായി അവർ പറഞ്ഞു. ആഗോള ഊർജ്ജ വിപണിയെ ഇത് സാരമായി ബാധിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ എണ്ണ LNG വ്യാപാരത്തിന്റെ 20% തടസ്സപ്പെട്ടു. വിതരണ ശൃംഖല തകരാറിലായി. 20,000-ലധികം നാവികരാണ് കടലിൽ കുടുങ്ങിക്കിടക്കുന്നതെന്ന് ഷെയ്ഖ് ആലിയ ചൂണ്ടിക്കാട്ടി. നിലവിലെ സാഹചര്യം ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക സ്ഥിരതയ്ക്കും മാത്രമല്ല, മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിനും അന്താരാഷ്ട്ര സമാധാനത്തിനും ഭീഷണിയാണ്. ആഗോള സമുദ്ര നിയമങ്ങൾക്കും UN രക്ഷാ കൗൺസിൽ തീരുമാനങ്ങൾക്കും അനുസൃതമായി സമുദ്ര സഞ്ചാരം ഉറപ്പാക്കണം. ഇത് ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും ഷെയ്ഖ് ആലിയ ഓർമ്മിപ്പിച്ചു. ഹോർമുസ് പ്രതിസന്ധിക്ക് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ UN രക്ഷാസമിതിയിൽ കരട് പ്രമേയം അവതരിപ്പിച്ചു. UN-ലെ വാർത്താ സമ്മേളനത്തിൽ ബഹ്റൈൻ, UAE, സൗദി അറേബ്യ, കുവൈറ്റ്, US രാഷ്ട്രങ്ങളിലെ സ്ഥിരം പ്രതിനിധികളും പങ്കെടുത്തു. മീഡിയ 1 ദോഹ.